മക്കളെ, എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ അഥവാ ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മളുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ +1 ആദ്യത്തെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഇതിനകത്ത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി തരിക, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഷോർട്ടായിട്ടുള്ള മെത്തേഡ്സ് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത്. എല്ലാ കോണ്ടന്റും ടച്ച് ചെയ്ത് പോവുകയുള്ളൂ, ഡീറ്റെയിലിംഗ് ആയിട്ട് വലുതായിട്ട് പറയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ കോണ്ടന്റും നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റും അതേപോലെ എൻട്രൻസ് ഒക്കെ നോക്കുന്ന മക്കളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ടെക്സ്റ്റ് ബുക്ക് NCERT, ഈവൻ ദോ നമ്മൾ SCERT ആണ് പഠിക്കുന്നതെങ്കിൽ പോലും NCERT ടെക്സ്റ്റ് ബുക്ക് മസ്റ്റായിട്ട് വാങ്ങാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾക്കത് ഭാവിയിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ടെക്സ്റ്റ് ബുക്ക് +1 അഥവാ +2 രണ്ടിൻ്റെയും ഒരു ടെക്സ്റ്റ് ബുക്ക് NCERT പുതിയ സിലബസ് തന്നെ വാങ്ങാം കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബയോളജിയിൽ +1 ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ കോൺസെപ്റ്റ് മനസ്സിലാക്കി തരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അങ്ങോട്ട് തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ മക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ക്ലാസിഫിക്കേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഗ്രൂപ്പ്ഡ് ഐറ്റത്തിനെ കൺവീനിയൻറ്റ് കാറ്റഗറീസ് ആയിട്ട് മാറ്റുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കൺവീനിയൻറ്റ് കാറ്റഗറീസ് ആയിട്ട് മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അവരെ എങ്ങനെയുള്ള കൺവീനിയൻറ്റ് കാറ്റഗറീസ് ആയിട്ട് മാറ്റണം? ബേസ്ഡ് ഓൺ സിമ്പിൾ ആയിട്ടുള്ള ഈസിലി ആയിട്ടുള്ള ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കൺവീനിയൻറ്റ് കാറ്റഗറീസ് ആയിട്ട് മാറ്റുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് മെയിനായിട്ട് 2 തട്ടിലേക്കാണ് പോകാൻ പോകുന്നത്: പ്ലാന്റ്സ്, ആനിമൽസ്. ഈ പ്ലാന്റ്സിനകത്താണെങ്കിൽ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആനിമൽസിലും ഇതേപോലെ തന്നെ റെഡ് ബ്ലഡഡ് ആയിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ളതും എന്നുള്ള രീതിയിലും പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ ആദ്യം, അതായത് സിവിലൈസേഷനൊക്കെ തുടങ്ങി ലിവിങ് ഓർഗാനിസംസിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അരിസ്റ്റോട്ടിൽ അദ്ദേഹം ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷനെ പുറപ്പെടുവിച്ചത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈസിലി ആയിട്ടുള്ള ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ആനിമൽസിനെ പ്ലാന്റ്സിനെ തിരിക്കുക. അതിൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് അങ്ങനെയുള്ള രീതിയിൽ ക്ലാസിഫൈ ആയി പോകും. അതേപോലെ തന്നെ ആനിമൽസ് ആണെങ്കിൽ റെഡ് ബ്ലഡഡ് ആനിമൽസും അതേപോലെ അല്ലാത്തതും എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ആയി പോകും എന്നുള്ള രീതിയിലാണ് ആര് പറഞ്ഞിരുന്നത്? അഫ്കോഴ്സ് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷെ കാലക്രമേണ അതിനൊരു മാറ്റം ഉണ്ടായത് കരോളസ് ലിനേഴ്സ്. ഹൂ ഇസ് കരോളസ് ലിനേഴ്സ് അഥവാ കാൾ ലിനേഴ്സ്? ഫാദർ ഓഫ് ടാക്സോണമി ആണ് അല്ലേ? ഫാദർ ഓഫ് ന്യൂമറിക്കൽ ടാക്സോണമി അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മളുടെ കരോളസ് ലിനേഴ്സ് അഥവാ കാൾ ലിനേഴ്സിനെയാണ്. സോ കാൾ ലിനേഴ്സ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ 2ആയിട്ട് തിരിച്ചാൽ പോരെ, അതല്ലേ നല്ലത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഷ്രബ്സ്, ട്രീസ് ഓക്കെ, പക്ഷേ അതിനേക്കാൾ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണ്? 2 ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് തിരിക്കാം. ഈ 100 ക്ലാസിഫിക്കേഷനെ ഭേദം 2 ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് തിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാൾ ലിനേഴ്സ് പറഞ്ഞിട്ട് 2 സിസ്റ്റമായിട്ട്, അതായത് 2 സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനായിട്ട് തിരിച്ചു. അതിലൊന്നാണ് പ്ലാന്റ്സ്, ഒന്നാണ് ആനിമൽസ്. അതിനെ പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പിനെ അദ്ദേഹം പ്ലാന്റ് എന്നും ആനിമൽസിൻ്റെ ഗ്രൂപ്പിനെ അദ്ദേഹം അനിമാലിയ എന്നും വിളിച്ചു. സോ ഒരു കാര്യം കൂടി ഞാൻ ഇൻ ബിറ്റ്വീൻ പറയാണ്. ഞാനിവിടെ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് ബയോളജിയുടെ ഒരു മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിയുടെ സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. അതേപോലെ എന്ത് സയൻറ്റിഫിക് ടേംസ് ഉണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ആ സ്പെല്ലിംഗ് തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് തെറ്റാവും, പക്ഷെ എന്നാലും പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സ്പെല്ലിംഗ് രീതിയിൽ
കിട്ടുന്ന രീതിയിൽ വേണം പ്രൊനൗൺസ് ചെയ്ത് പഠിക്കാനായിട്ട്. അതായത് ഇപ്പം അനിമാലിയ എന്ന് പറയുമ്പോഴത്തേക്കിനും അനിമാലിയ എന്ന് പറഞ്ഞാൽ പോരെ, അതിൻ്റെ പേര് അനിമാലിയ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, ആനിമൽസിനെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പറയുന്നതാണ് അനിമാലിയ. അപ്പോൾ അനിമാലിയ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാനും ഈസിയാണ്. ANIMALIA എന്നുള്ളത് ഓർക്കും നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് മിസ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമുക്കിനിയും ടു കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാം. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് കാൾ ലിനേഴ്സ് അഥവാ കരോളസ് ലിനേഴ്സ് എന്ന് പറയുന്ന ടാക്സോണമിയുടെ പിതാവ്, ഫാദർ ഓഫ് ടാക്സോണമിയാണ് കാൾ ലിനേഴ്സ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം കേട്ടോ. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടിയുണ്ട്. ഇത് എന്തിനെയൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്? സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഹാബിറ്റാറ്റ്, അതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതേപോലെ അതിൻ്റെ ലൈഫ്, അതിൻ്റെ മോർഫോളജി, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് ലിനേഴ്സിൻ്റെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. സോ ബേസിക്കലി ലിനേഴ്സ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് തിരിച്ചിട്ടുള്ളത്. ആ രണ്ട് ക്ലാസിഫിക്കേഷൻ്റെ സിസ്റ്റങ്ങൾ, ഒന്ന് പ്ലാന്റ്സും ഒന്ന് ആനിമൽസും. പ്ലാന്റ്സിൻ്റെ പ്ലാന്റേയും ആനിമൽസിൻ്റെ അനിമാലിയും. ഇത് രണ്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് നിങ്ങൾ പറയാം ഇത് എന്തിൻ്റെ പേരിലാണ് തിരിച്ചിട്ടുള്ളത്? ബേസ്ഡ് ഓൺ മോർഫോളജി, മോഡ് ഓഫ് ലൈഫ്, ഹാബിറ്റാറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അത് തിരിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ബേസ്ഡ് ഓൺ ഓൺലി സിമ്പിൾ ക്യാരക്ടേഴ്സ്, കുറച്ച് മാത്രം ക്യാരക്ടേഴ്സ്, അതായത് ഒന്നോ രണ്ടോ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ലിനേഴ്സ് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെയും ടാക്സോണമിയുടെയും ഒക്കെ ഫാദറാണ്. അതേപോലെ തന്നെ പിന്നെന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്? അദ്ദേഹമാണ് ഈ ജീനസ് എപ്പിത്തറ്റ്, സ്പീഷീസ് എപ്പിത്തറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. അതൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പം അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാൻജിഫറ ഇൻഡിക്ക. ഈ മാൻജിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന സയൻറ്റിഫിക് ടേം വരുമ്പോഴത്തേക്കിനും നമ്മുടെ ജീനസ് നെയിം എന്ന് പറയുമ്പോഴത്തേക്കിനും മാൻജിഫറ, M ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ANGFERA. അപ്പോൾ അതിന് താഴെ അണ്ടർലൈൻ ചെയ്യണം. അടുത്ത സ്മോൾ ലെറ്ററിൽ ബിഗിൻ ചെയ്യണം. ദാറ്റ് ഇസ് നോൺ എസ് സ്പീഷീസ് എപ്പിത്തറ്റ്, INDICA. താഴെ ഒരു ലൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സയൻറ്റിഫിക് നെയിം പഠിക്കുകയാണ്. മാംഗോയുടെ സയൻറ്റിഫിക് നെയിം മാങ്ങയുടെ സയൻറ്റിഫിക് നെയിമാണ് എന്ത്? മാൻജിഫറ ഇൻഡിക്ക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇനിയും അടുത്തതായിട്ട്, അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ലിവിങ് വേൾഡ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ വായിച്ചു നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാവും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മക്കളെ ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നറിയോ? R.H. വിറ്റാക്കറാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പം അദ്ദേഹം ഏതൊക്കെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടായിരിക്കും ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞത്? നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ അദ്ദേഹം ഇങ്ങനെ ഒരു 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ മൊണേറ, പ്രോട്ടിസ്റ്റ, ഫങ്കി, പ്ലാന്റേ, അനിമാലിയ. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 11 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേബിൾ. ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമതൊരു കാര്യം കൂടി മിസ് ഒരു ഹിൻ്റായിട്ട് പറയാം. നിങ്ങൾ പേപ്പറൊക്കെ എന്തായാലും നിങ്ങൾക്ക് +1 +2 നല്ലൊരു വലിയൊരു ബണ്ടിൽ കിറ്റൊക്കെ ഉള്ള പേപ്പർ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. ഈ പേപ്പർ തയ്ക്കാൻ നിങ്ങൾ എന്താ സാധാരണ ചെയ്യുക? വാരി വലിച്ച് അങ്ങോട്ട് എഴുതി മാർക്കൊക്കെ ഇങ്ങനെ മിസ് ഇട്ട് വരും. അങ്ങനെ ആയിരിക്കുമല്ലേ നിങ്ങൾ കരുതുന്നത്? നെവർ, അങ്ങനെ ആയിരിക്കില്ല, ഒരിക്കലും അങ്ങനെ ആവില്ല. +1 ആണെങ്കിലും +2 ആണെങ്കിലും ഇനി ഭാവി നിങ്ങൾ ഡിഗ്രിയിലേക്ക് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെയല്ല അവർ മാർക്ക് ഒരിക്കലും ഇടുന്നത്. നിങ്ങളുടെ പോയിന്റ്സ് അനുസരിച്ചാണ് അവർ മാർക്ക് ഇടുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ തയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനൊരു ഹിൻ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞുതരാം. ഒരു ടേബിൾ വരയ്ക്കാം. ടേബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യാം. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ഒരു പേപ്പറിനെ നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു ഹിൻറ്റുകളും കൂടി ഇതിനോടൊപ്പം തന്നെ യൂസ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മിസ് ത്രൂ ഔട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ ജസ്റ്റ് ഒരു ടേബിൾ മാത്രം നിങ്ങൾക്ക് പറയുന്നുള്ളൂ കേട്ടോ. ആദ്യത്തേത് അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെൽ ടൈപ്പാണ് മൊണേറ. ഓക്കെ, സെൽ ടൈപ്പ് ആയിട്ടുള്ള. ഇനി മൊണേറയാണ് പ്രോക്യാരിയോട്ടിക് ആണ് മൊണേറ. ഓക്കെ, മൊണേറ പ്രോക്യാരിയോട്ടിക് ആണ്.
പിന്നെ അതേപോലെ തന്നെ സെൽ ടൈപ്പ് പ്രോക്യാരിയോട്ടിക് ആണ്. സെൽ വാള് നോൺ സെല്ലുലോസിക്, അതായത് പോളിസാക്രൈഡും അമിനോ ആസിഡും കൂടി ചേർന്നിട്ടുള്ള സെൽവാളാണ് അതിനുള്ളത്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇതിനില്ല. ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ്? ഓട്ടോട്രോഫിക്, കീമോസിന്തറ്റിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫിക്കും അതേപോലെ തന്നെ ഹെട്രോട്രോഫിക്കും ആണ്. സ്പോറോഫൈറ്റിക്കും ആണ്, പാരസൈറ്റിക്കും ആണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടത്. അതായത് താഴേക്കാണ് നിങ്ങളുടെ ടേബിൾ ആക്ച്വലി വന്നു പോകുന്നത്. ഇതാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ ഇവിടെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കിങ്ഡം മൊണേറയാണ്. മൊണേറയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. മൊണേറ എന്ന് പറയുന്നതിന്റെ സെൽ ടൈപ്പ് പ്രൊക്യാരിയോട്ടിക് ആണ്. സെൽവാള് നോൺ സെല്ലുലോസിക് ആണ്, വിച്ച് മീൻസ് പോളിസാക്രൈഡും അമിനോ ആസിഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ന്യൂക്ലിയസ് ഇല്ല, ആബ്സെന്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും ആണ്. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്? കീമോസിന്തറ്റിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ഹെട്രോട്രോഫിക് എന്ന് പറയുമ്പോൾ സ്പോറോഫൈറ്റിക്കുമാണ്, അതേപോലെ തന്നെ പാരസൈറ്റിക്കുമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് പ്രോട്ടിസ്റ്റ ആണ്. പ്രോട്ടിസ്റ്റയുടെ സെൽ ടൈപ്പ് യൂകാരിയോട്ടിക് ആണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏക ഒരു പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം അല്ലെങ്കിൽ ഒരു പ്രോക്യാരിയോട്ടിക് കിങ്ഡം എന്ന് പറയുന്നത് മൊണേറ ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ബാക്കിയെല്ലാം എന്തായിരിക്കും? യൂകാരിയോട്ടിക് ആണ്. ബാക്കി എല്ലാത്തിൻ്റെ സെൽ ടൈപ്പ് എന്ന് പറയുന്നത്. പ്രോട്ടിസ്റ്റ യൂകാരിയോട്ടിക് ആണ്. ചിലതിലൊക്കെ സെൽവാൾസ് കാണിക്കുന്നുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ്? ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ് ആൻഡ് ഹെട്രോട്രോഫിക്കും ആണ്. ഇനി ഫഞ്ചൈ അഥവാ ഫംഗി എങ്ങനെയാണ്? സെൽ ടൈപ്പ് യൂകാരിയോട്ടിക് ആണ്. സെൽവാള് പ്രസന്റ് ആണ്. എന്തില്? കൈറ്റിനില് സെൽവാൾ ഉണ്ട് അതിന്. അതേപോലെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ബോഡി ഓർഗനൈസേഷൻ മൾട്ടി സെല്ലുലാർ ആണ്. ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാറും അതേപോലെ തന്നെ ലൂസ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹെട്രോട്രോഫിക്, സാപ്രോഫൈറ്റിക് അഥവാ സാപ്രോഫൈറ്റിക്കും അതേപോലെ തന്നെ പാരസൈറ്റിക്കും ആണ്. നേരത്തെ പറഞ്ഞ സ്പോറോഫൈറ്റിക് അല്ല, സാപ്രോഫൈറ്റിക് ആണ് കേട്ടോ. സാപ്രോഫൈറ്റിക് ആണ്, സ്പോറോഫൈറ്റിക് അല്ല കേട്ടോ. സാപ്രോഫൈറ്റിക്. ഓക്കെ. ഇനി പ്ലാന്റ് നോക്കാം. പ്ലാന്റേയും അനിമാലിയ എന്ന് പറയുമ്പോൾ പ്ലാന്റ് പ്ലാന്റ്സിന്റെ, അനിമാലിയ അനിമൽസിന്റെ ആണെന്നുള്ളത് ഓർത്ത് വെച്ചോണം. പ്ലാന്റ് ആകുമ്പോഴത്തേക്കിന് സെൽ ടൈപ്പ് യൂകാരിയോട്ടിക് ആണ്. പ്രസന്റ് ആണ്. സെല്ലുലോസ് ഉണ്ട് അതിന്. സെൽവാൾ അതിന്റെ സെല്ലുലോസ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ബോഡി ഓർഗനൈസേഷൻ ടിഷ്യൂ ആണ്. ഓർഗൻസ് വെച്ചിട്ട് ടിഷ്യൂ ബാർ ഓർഗൻ, അതായത് ടിഷ്യൂസും ഉണ്ട് ഓർഗൻസും ഉണ്ട്. അതേപോലെ തന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ആയിരിക്കും. അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചോണം പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഓട്ടോട്രോഫിക് ആയിരിക്കും. അപ്പം ആനിമൽസോ ഹെട്രോട്രോഫിക് ആയിരിക്കും. അത് ഓർത്ത് വെച്ചോണം. ഓക്കെ. അനിമാലിയ യൂകാരിയോട്ടിക് ആണ്. അതിന് സെൽവാൾ ഇല്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ബോഡി ഓർഗനൈസേഷൻ ടിഷ്യൂ ആയിട്ട് കാണാം, ഓർഗൻ ആയിട്ട് കാണാം, ചിലപ്പോൾ ഓർഗൻ സിസ്റ്റങ്ങളായിട്ടും കാണാം. അതേപോലെ തന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ്? ഹെട്രോട്രോഫിക് ആണ്. ഹോളോസോയിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക്, അങ്ങനെ ഏതെല്ലാം തരത്തിലുണ്ടോ ആ രീതിയിലെല്ലാം പോയേക്കാം. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടെങ്കിലും പഠിക്കാം കേട്ടോ. ഈ ഒരു ടേബിൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. നിങ്ങൾക്ക് മാത്സിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ടും ഈ ടേബിൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫഞ്ചൈ, മോസസ്, ഫോൺസ്, ജിംനോസ്പം, ആൻജിയോസ്പം, ഇതെല്ലാം തന്നെ പ്ലാന്റ്സിന്റെ കീഴിൽ വരുന്ന രീതിയിൽ പറയുന്നുണ്ട്. അതായത് പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷന്റെ താഴെ വരുന്ന കാര്യങ്ങളാണ്. ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ. ഈ ബ്ലൂ ഗ്രീൻ ആൽഗിക്ക് വേറൊരു പേര് പറയും, സയാനോ ബാക്ടീരിയ. എന്താണ്? സയാനോ ബാക്ടീരിയ. CYANOBACTERIA. സയാനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ. പഠിച്ചു വെക്കണേ. ഫഞ്ചൈ, മോസസ്, ഫോൺസ്, ജിംനോസ്പം ആൻഡ് ആൻജിയോസ്പേംസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഇനി
ബ്ലൂ ഗ്രീൻ ആൽഗയാണ് സയാനോ ബാക്ടീരിയ. അവർ യൂകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അവര് യൂണിസെല്ലുലാർ ഓർഗാനിസംസിനെയും അതേപോലെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ കൂടെ ഗ്രൂപ്പ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്, സ്പാരോഗേറ. ഓക്കെ, ഇവരൊക്കെ ആൽഗയാണ്. ക്ലാമിഡോമോണാസും സ്പാരോഗേറ എന്നൊക്കെ പറയുന്നത് ആൽഗയാണ്. ക്ലാസിഫിക്കേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ആൽഗയുടെ ക്ലാസിഫിക്കേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി ഓട്ടോട്രോഫിക് ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഫഞ്ചൈ. അവർക്ക് സെൽവാൾസ് ഉണ്ട്. ഫഞ്ചൈക്ക് ഒരു കൈറ്റിൻ സെൽവാൾ ആണ് ഉള്ളത്, സെല്ലുലോസിക് സെൽവാൾ ആണ് ഗ്രീൻ പ്ലാന്റ്സിനുള്ളത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ തന്നെ കിങ്ഡം ഫഞ്ചൈ എന്ന് പറഞ്ഞിട്ടും ഒരു സെപ്പറേറ്റ് രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തതായിട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് ഉള്ളതെല്ലാം നിങ്ങൾക്ക് പ്ലാന്റ് കിങ്ഡത്തിൽ മിസ് പറഞ്ഞു തരാമേ. ഇനി ഓരോ കിങ്ഡത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. കിങ്ഡം മൊണേറ. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത എപ്പിസോഡിൽ മിസ് എന്തായാലും കിങ്ഡം മൊണേറ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ.